നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കേരളം മുഴുവൻ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയമുണ്ട്. ആ വലിയ വിഷയം പൂച്ചയ്ക്കാര് മണികെട്ടും എന്നുള്ളതൊന്നുമല്ല, ആരായിരിക്കും UDFിൻ്റെ മുഖ്യമന്ത്രി. കേരളത്തിലുള്ള സകലമാന UDFകാരും, ആ UDFകാരുടെ കൂട്ടത്തിൽ മുസ്ലിം ലീഗില്ല കേട്ടോ, മുസ്ലിം ലീഗ് അല്പം മാറി നിൽക്കുകയാണ്. പക്ഷേ കോൺഗ്രസിനാണ് ഏറ്റവും വലിയ പ്രശ്നം, ആരായിരിക്കും മുഖ്യമന്ത്രി. ഈ പേരും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരൊറ്റ പാർട്ടി ഇന്ന് മൂന്നായി പിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് KC വേണുഗോപാൽ നേതൃത്വം കൊടുക്കുന്ന ഒരു ഹൈക്കമാൻഡ് കോൺഗ്രസ്, ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ രണ്ടാമത് VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ കോൺഗ്രസ്, ഇനിയും ഇങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന ഒരു മുൻ പ്രതിപക്ഷ കോൺഗ്രസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു മൂന്ന് തരത്തിലുള്ള കോൺഗ്രസ് പാർട്ടികളുടെ ഒരു സംയുക്ത സമ്മേളന നഗരിയാണ് ഇപ്പോൾ കേരളം. ഇതിനകത്ത് ഈ മൂന്ന് പേരുടെ പിന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുൻ പ്രതിപക്ഷ കോൺഗ്രസിനകത്തുള്ളവർ പറയുന്നത് രമേശ് ചെന്നിത്തലയായിരിക്കും ഇത്തവണ മുഖ്യമന്ത്രിയായി മാറുന്നത്. പ്രതിപക്ഷ കോൺഗ്രസിലുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി VD സതീശൻ തൻ്റെ ആരോഗ്യം പോലും നോക്കാതെ കിടന്ന് കഷ്ടപ്പെട്ട് കോൺഗ്രസിനെ വിജയശ്രീ ആക്കിയത് കൊണ്ട് തന്നെ ഇവിടെ ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ എല്ലാം കൊണ്ടും യോഗ്യതയുള്ള ഒരേ ഒരു നേതാവ് VD സതീശനാണത്രേ. ഇനിയും അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു KC കോൺഗ്രസ് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് കോൺഗ്രസ് എന്ന് പറയുന്ന വലിയൊരു കോൺഗ്രസ് ഉണ്ട്, ദേശീയ കോൺഗ്രസിൻ്റെ ഭാഗം. അപ്പോൾ ആ ദേശീയ കോൺഗ്രസിൽപ്പെട്ട ആൾക്കാർ പറയുന്നത് മറ്റൊന്നുമല്ല, ഇത്രയും കഴിവുറ്റ ഒരു നേതാവ്, പിന്നെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി മൊത്തത്തിലൊന്ന് ശരിയായി വന്നു. അതുകൊണ്ട് ആ KC വേണുഗോപാൽ തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് എന്തുകൊണ്ടും അർഹൻ. ഇങ്ങനെ പറയുന്ന മൂന്ന് തട്ടുകളിൽ നിൽക്കുന്ന മൂന്ന് തരം കോൺഗ്രസുകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു വല്ലാത്ത ഒരു സവിശേഷ സാഹചര്യം എന്നൊക്കെ പറയില്ലേ. ഈ മൂന്ന് പേരും ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള ഇങ്ങനെ മൂന്നായി മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം ആരോ ഒരാൾ എവിടെ നിന്നോ പറഞ്ഞു UDF ഇത്തവണ അധികാരത്തിൽ വരും, ഇവിടെ എന്തോ വലിയ തരംഗമാഞ്ഞു വീശിയിട്ടുണ്ട്, ഭരണവിരുദ്ധ വികാരമെന്നോ അങ്ങനെ എന്തോ പറയുന്നത്. ആ വിരുദ്ധ വികാരത്തിൽ നിന്ന് ഉടലെടുത്തു വന്ന UDF തരംഗം ഇവിടെ ആഞ്ഞു വീശിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിലവിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ക്ഷീണം ഒന്ന് മാറണമെങ്കിൽ കുറച്ചുകൂടൊക്കെ ഒന്ന് പവർഫുൾ ആകേണ്ടിയിരിക്കുന്നു. സംഘടനാ സംവിധാനമൊക്കെ ഒന്ന് ഉഷാറായി പ്രവർത്തിക്കേണ്ടിയിരുന്ന സാഹചര്യമായിരുന്നു. ദൗർഭാഗ്യവശാൽ UDFിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനാ സംവിധാനം ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും, 3ഉം 4ഉം തട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യക്ഷമമായ പ്രതിസന്ധികളൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ തന്നെയും ഈ പറയുന്ന മൂന്ന് പേർക്ക് മുഖ്യമന്ത്രി ആവണം. ഇതിനിടയിൽ ഒരു പ്രത്യേക വ്യക്തി, അത് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽപ്പെട്ട ഒരാൾ ഒരു വലിയ അഭിപ്രായ പ്രകടനം ഫേസ്ബുക്കിൽ നടത്തി. ആദ്യം ഈ മഹാൻ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഇവിടെ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് രമേശ് ചെന്നിത്തലയാണ്. കാരണം അദ്ദേഹത്തിന് പാർലമെന്ററി ബോധം ഒരുപാടുള്ള ഒരാളാണ്. ഇതിനു മുൻപ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രസക്തിയും പ്രശസ്തിയുമുള്ള വ്യക്തിയായതുകൊണ്ട് അദ്ദേഹം ആകണം എന്ന് പറഞ്ഞു. തന്നെയല്ല, കുറച്ചുകൂടെ മാന്യനാണ് എന്നുകൂടി രമേശ് ചെന്നിത്തലയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഒരു രാത്രി ഇരുട്ടി വെളുത്ത് കഴിഞ്ഞപ്പോഴേക്കും K സുധാകരന് ഒരു വലിയ മനമാറ്റം ഉണ്ടാകുന്നു. ഇവിടെ ഏറ്റവും വലിയ നേതാവ് KC വേണുഗോപാലാണ്, KC മുഖ്യമന്ത്രിയാകുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇനി നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരള സർക്കാരിൻ്റെ കീഴിൽ ജീവിക്കാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് കൂട്ടരിൽ ഏതെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഭരണത്തേക്കാൾ അപ്പുറം പാരവെപ്പും കുതുകാലിട്ടും ഒക്കെ ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും KC വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും കൂടെ KCയെ ഒതുക്കും. ഇനി VD സതീശൻ മുഖ്യമന്ത്രി എങ്ങാനും ആയിക്കഴിഞ്ഞാൽ ഇവർ രണ്ട് കൂട്ടരോടൊക്കെ VD സതീശനെ എതിർക്കും. ഇനി രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആകുന്നെങ്കിൽ ബാക്കി രണ്ടുപേരും കൂടെ ചേർത്ത് രമേശ് ചെന്നിത്തലയെ ഒതുക്കും. അപ്പോൾ ഇവിടെ ഫലത്തിൽ ഭരണം നടക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞു. ഈ UDF എങ്ങാനും വന്നാൽ, അതാണ് പറഞ്ഞു വന്നത്. എന്നാൽ എന്തിനാണ് ഇപ്പോൾ ഇത്രയും കാലം രമേശ് ചെന്നിത്തലയുടെ പിന്നാലെ കൂടിയിരുന്ന നമ്മുടെ K സുധാകരൻ ഇത്ര പെട്ടെന്ന് പ്ലേറ്റ് മറിച്ചത്? കുറച്ച് പകലുകൾ ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായ ഒരു മാറ്റമാണ്. എന്തുകൊണ്ടായിരിക്കാം? സ്വാഭാവികം. അതായത് അങ്ങനെ പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കൃത്യമായി കെ സുധാകരന്റെ ഉള്ളിൽ ഒരു പ്ലാൻ ഉണ്ട്.
കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഇത്രയും പോപ്പുലറായി നിന്ന ഒരു മനുഷ്യൻ ആകപ്പാടെ ഒറ്റ തവണയാണ് മന്ത്രിയായിരുന്നത്, വനം മന്ത്രി. അങ്ങനെ വനം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മുത്തങ്ങ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പം സി കെ ജാനു ഉണ്ടല്ലോ, സി കെ ജാനു ഇങ്ങനെ പിന്നെ വാല് പിടിച്ച് നടക്കുന്നുണ്ടല്ലോ UDF അസോസിയേറ്റ് അംഗം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ മുത്തങ്ങ സംഭവം ഉണ്ടാകുന്ന ഇദ്ദേഹം വനമന്ത്രിയായിരിക്കുന്ന കാലത്ത് പിന്നീട് എന്ത് ദൈവാധീനം കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയത്തില്ല, അതിനുശേഷം പിന്നീട് ഇന്നുവരെ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഗ്രൂപ്പ് കളി കാരണവും പാരവെപ്പ് കാരണവും കേരളത്തിൽ ഒരു മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വല്ലാത്ത ഒരു ദുരവസ്ഥ തന്നെയാണ്. ഈ കെ സുധാകരന് ഇവിടെ കേരളത്തിലൊരു മന്ത്രിയായിരിക്കണമെന്ന് ആഗ്രഹമുണ്ടാകില്ലേ ഈ വയസ്സാം കാലത്ത്? തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ആ ഒരു മോഹം പൊടിതട്ടിയെടുക്കാം എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് ഏതോ ഒരു ഹൈ കമാൻഡ് തീരുമാനിക്കുന്നത് ഇവിടെ ഇനി മുതൽ വേറെ MP-മാരും മത്സരിക്കണ്ട എന്ന്. അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ കേരളത്തിലുള്ള ചില MP-മാർക്കൊക്കെ ചില മുറുമുറുപ്പ് തോന്നിയെങ്കിലും ഹൈക്കമാൻഡിന്റെ തീരുമാനമല്ലേ, അതങ്ങനെ അങ്ങ് ആയിക്കൊണ്ട് പോട്ടെ എന്നങ്ങ് ധരിച്ചു. സുധാകരന് വല്ലാത്ത വീർപ്പുമുട്ടലുണ്ടായി, അദ്ദേഹം ഡൽഹി യാത്ര ചെയ്യുന്നു, പിന്നെ തിരിച്ചു വരുന്നു, പിന്നെ അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പോലും ഉണ്ടായി, കെ സുധാകരൻ ഡൽഹിക്ക് പോയതുപോലെ എന്ന് പറയുന്ന ഒരു ചൊല്ലും കോൺഗ്രസിലെ പല ചെറുപ്പക്കാരും ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയെന്നാണ് കേൾവി. അങ്ങനെ കെ സുധാകരൻ അവിടെയൊക്കെ പോയി വന്നപ്പോഴും വെറുതെ ഇവിടം വരെ പോയി, ഡൽഹി പോയി, ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വന്നു, ആ AC ഒക്കെ കൊണ്ട് പനി പിടിച്ചതല്ലാതെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടായില്ല. കെ സുധാകരൻ വീണ്ടും MP എന്നുള്ള നിലയിലേക്ക് മാറുകയും ചെയ്തു. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന വളരെ നയതന്ത്രജ്ഞനായ ദേശീയ കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവായി BJPക്ക് നിരവധി കോൺഗ്രസ് നേതാക്കന്മാരെ സംഭാവന ചെയ്ത് പ്രശസ്തി നേടിയ ആ വ്യക്തിയുടെ കടന്നുവരവ് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാലിനെ ഒന്ന് പുകഴ്ത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. കാര്യം കേരളത്തിലെ കോൺഗ്രസ് ഇനിയിപ്പോൾ മിക്കവാറും KC വേണുഗോപാലിന്റെ കക്ഷത്തിൻ്റെ അടിയിലായിരിക്കും എന്നുള്ള കാര്യം ഇവിടുത്തെ ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി കാണണം. അതുകൊണ്ട് ഇപ്പം സ്നേഹത്തിന്റെ കടയിലേക്ക് വന്നു കയറിയ സന്ദീപ് വാര്യർ ഉൾപ്പെടെ KCക്ക് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തിനാണ് അങ്ങനെ നിൽക്കുന്നത്? ഉത്തരം വളരെ സിമ്പിളാണ്. നാളെ, അതായത് ഈ തർക്കം ഇങ്ങനെ നടക്കുകയാണ്, RCയും VDയും തമ്മിലുള്ള തർക്കം ഇങ്ങനെ മുറുകി അതൊരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ KC വേണുഗോപാൽ പറയും ഞാനാണ് മുഖ്യൻ. ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു വലിയ ഈ പറയുന്ന പോലെ വാഴക്കൊമ്പ് വിളിക്കുന്ന പോലെയാ, ഒന്നുമില്ല അവസാനം, അല്ലെ ഉള്ളി തൊലിക്കുന്ന പോലെ എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഹൈക്കമാൻഡ് എന്ന് പറയുന്ന KC വേണുഗോപാൽ കേരളത്തിലേക്ക് വന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിയാണ് എന്ന് പറഞ്ഞാൽ ആരെ കൊണ്ടും തടയാൻ പറ്റില്ലെന്നേ. അപ്പോൾ അങ്ങനെ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകും. അങ്ങനെ മുഖ്യമന്ത്രിയാകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് ഇരിക്കൂറോ മറ്റോ നിന്ന് മത്സരിക്കണം. അത് ഇരിക്കൂറ് തന്നെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട് KC. ആ കൂടെ ചീര നനയുമ്പോൾ അല്ലെങ്കിൽ വാഴ നനയുമ്പോൾ ചീര കൂടി നനയും എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഒരു രീതി അത്. അപ്പോൾ ആ രീതിക്കനുസരിച്ച് ചാരി നിൽക്കുന്ന ആരാണ്? ഇപ്പോൾ KSന് മത്സരിക്കണം. അപ്പോൾ ഇങ്ങനെ തോണ്ടിയും ചാരിയും നിൽക്കുമ്പോൾ ഈ വാഴയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് ചീര കൂടി അങ്ങ് നനയും എന്ന് വെച്ചാൽ ഈ ചീരയ്ക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്നൊരു തോന്നൽ ഈ കെ സുധാകരന്റെ മനസ്സിൽ എവിടെയോ കിടന്ന് മുളപൊട്ടുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഏതെങ്കിലും KCയുടെ വിശ്വസ്തരായ ആൾക്കാരെ നിർത്തി വിജയിപ്പിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ KS എങ്ങനെയെങ്കിലും ജയിച്ച് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് കയറി ഒരു മന്ത്രിയാവാം എന്ന് വെറുതെ ആ പൊട്ടബുദ്ധിയിൽ തോന്നി എന്ന് മാത്രം. ഇനി KC ജയിച്ചാൽ ഉണ്ടാകാവുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയായിരിക്കും? അതായത് ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടിരിക്കുന്ന ഒരു ഇരിക്കൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുന്നു. അവിടുത്തെ ഒരു MLA രാജിവെക്കുന്നു. ഇനി ഇവിടേക്ക് വരുമ്പോൾ ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ, പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ഒരു MP രാജിവെക്കേണ്ടി വരും, അവിടെയും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അങ്ങനെ 2 ഉപതെരഞ്ഞെടുപ്പുകൾ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ചുവടുമാറ്റം നടത്തുമ്പോൾ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം. തന്നെയുമല്ല, ഇനി കെ സുധാകരന് കൂടി മത്സരിക്കണമെങ്കിൽ കണ്ണൂർ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ മറ്റൊരു മണ്ഡലം, അത് KC തീരുമാനിക്കുന്ന ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുന്നു. അങ്ങനെ ഫലത്തിൽ 4 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് നമ്മുടെ കേരളം സാക്ഷിയാകേണ്ടി വരുന്നു. 2 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളും 2 പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പ്, അങ്ങനെ 2 എണ്ണം കൂടി, അങ്ങനെ മൊത്തം 4 ഉപതെരഞ്ഞെടുപ്പ് കൂടി നമ്മൾ നേരിടേണ്ടി വരും. ഇതിൻ്റെയൊക്കെ ഭാരം നമ്മൾ തന്നെ സഹിക്കേണ്ടി വരുമെന്ന് ചുരുക്കം.
അപ്പോൾ ഈ ഒരു കാര്യം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഇപ്പോൾ ഇങ്ങനെയൊരു ചവിട്ടിക്കളി കളിക്കുന്നത് എന്ന് ഏറെക്കുറെ വ്യക്തമായ കാര്യമാണ്. എന്നാൽ നമ്മൾ ഇതൊക്കെ നിന്നു കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ഒരു ഗതികേട്. എന്ന് തന്നെയാണെങ്കിലും നമ്മൾ ഏറ്റവും ഒടുവിൽ പറയുന്ന ഇത്രയേ ഉള്ളൂ, കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി മൂന്നായി പിരിഞ്ഞിരിക്കുന്നു. ഈ മൂന്നായി പിരിഞ്ഞുകൊണ്ട് മൂന്നായി തല്ലാനും ഈ മൂന്ന് ഏറ്റവും ഒടുവിൽ ഒന്നായി മാറില്ല എന്നുള്ള വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.